ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എന്തൊക്കെയാ വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണം. ഞാനും ഇവിടെ സുഖമായിരിക്കണു. അപ്പോൾ അമ്മയും കൊണ്ട് ഇന്ന് ഹോസ്പിറ്റലിലേക്കൊക്കെ പോയിട്ട് വന്നേ ഉള്ളൂ കേട്ടോ. വന്നേ ഉള്ളൂ ഉച്ചയ്ക്ക് എത്തി. പിന്നെ വന്നിട്ട് അതിൻ്റേതായ കുറച്ച് തിക്കും തിരക്കും കാര്യങ്ങളും, രാവിലെയും കുറച്ച് തിക്കും തിരക്കും കാര്യങ്ങളും എന്ന് പറഞ്ഞ പോലെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് എൻ്റെ വിശേഷങ്ങൾ ഇന്നത്തെ അങ്ങനെ കാണിക്കണു, പറയണു എന്ന് മാത്രം. അപ്പോൾ കുട്ടികൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഇങ്ങനെ വിളിക്കുമ്പോൾ ഞാൻ പോവാറില്ല എന്ന് മാത്രം കേട്ടോ. പോവാത്തത് വേറെ എനിക്ക് ആഗ്രഹമില്ലാണ്ടല്ല, മനസ്സുകൊണ്ട് എനിക്കിഷ്ടം തന്നെയാണ്. അതുപോലെ ഓരോ വീഡിയോസൊക്കെ നമുക്ക് കിട്ടിയാൽ അത് നല്ലൊരു കാര്യമല്ലേ. പക്ഷേ എന്ത് ചെയ്യാം, അമ്മയെ നമ്മൾ എവിടെ ആക്കിയിട്ട് പോവും, അല്ലെങ്കിൽ എന്താണെന്നുള്ളൊരു വിഷമം കൊണ്ട് തന്നെയാണ് കേട്ടോ. പിന്നെ പ്രജിയുടെ പ്രജിയുടെ അമ്മ പറയും, ജ്യോതി ഇവിടെ കൊടുന്നാക്കിക്കോളൂ അമ്മേനെ, എന്നിട്ട് പൊക്കോളൂ എവിടേക്കെങ്കിലൊക്കെ പോകണമെങ്കിൽ എന്നൊക്കെ പറയും. പക്ഷേ നമ്മൾ ബുദ്ധിമുട്ടണം, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുക എന്ന് പറഞ്ഞപ്പോൾ അവരെന്നെ നമുക്ക് അറിയാണ്ടല്ല. എന്നാലും എനിക്കതൊരു വിഷമം പോലെ തോന്നിയിട്ടോ. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഓരോ പോയിന്റിന് ഞാൻ നോക്കിയിട്ട് എന്നിട്ടാണ് അമ്മ പോയിട്ട് അവിടെ വീണത്. അപ്പോൾ അതൊക്കെ എനിക്ക് വിഷമമായിട്ടാണ്. പേടിച്ചിട്ട് നമ്മൾ പോണ സ്ഥലത്തും നമുക്ക് ചിലപ്പോൾ ഒരു സമാധാനം ഉണ്ടാവില്ല. അതുകൊണ്ടാട്ടോ. പിന്നെ ഇന്നിപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ തന്നെ എല്ലാവരും അമ്മോട് വന്നിട്ട് ചോദിച്ചു, എന്തിനാ അമ്മ അങ്ങനെ ഓടിപ്പോയത് അങ്ങോട്ട് റോട്ടിലേക്ക്, എന്തിനാ റോട്ടിലേക്കൊക്കെ നടക്കാൻ ഇറങ്ങിയത്, എങ്ങനെ നോക്കുന്നതാ ജ്യോതി ചേച്ചി അമ്മേനെ, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ പറ്റിയില്ലേ, മുറിവ് പറ്റിയില്ലേ എന്നൊക്കെ പറഞ്ഞു. പിന്നെ എല്ലാവരും അതാ പറഞ്ഞാൽ മുറിവിനൊക്കെ ഉണക്കം വന്നിട്ടുണ്ട്, അതിൻ്റെ ഒരു ഭാഗ്യം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു CT സ്കാനിങ് ചെയ്ത കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ CT സ്കാനിങ് ചെയ്തപ്പോൾ ഇടത്തെ ചെവിയിലൊരു ഇൻഫെക്ഷൻ ഉണ്ട്, അതുപോലെ സൈനസൈറ്റിസിൻ്റെ ഇതിൽ അവിടെയും ഒരു ഇൻഫെക്ഷനായിട്ട് കാണുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ENT കാണിക്കാമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ENT കാണിച്ചു. അപ്പം മൂക്കിലേക്ക് ഒരു സ്പ്രേ തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കേട്ടോ. അവിടെയൊക്കെ പോയി എല്ലാവരെയൊക്കെ കണ്ടപ്പോൾ, നമ്മൾ അറിയുന്ന ആൾക്കാരൊക്കെ അമ്മയെ കണ്ടപ്പോൾ വേഗം വന്ന്, സ്റ്റാഫുകൾ മാത്രമല്ല നമ്മൾ ഇരുന്നലങ്കോട് നാട്ടിൽ നിന്ന് വന്നവരും ഒക്കെ അമ്മ വന്ന് കണ്ട് വർത്തമാനമൊക്കെ വന്നപ്പോൾ ആൾ നല്ല ഇൻട്രസ്റ്റ് ആയിട്ടോ. കാരണം അപ്പോൾ സംസാരിക്കല്ലേ, അപ്പോൾ വയ്യ എന്നുള്ള തോന്നലില്ല. തിരിച്ച് നമ്മുടെ വീട്ടിലൂടെ വന്ന് നല്ല മഴയായിട്ടൊന്നുണ്ടായിരുന്നു. വീട്ടിലിവിടെ എത്തി, മഴയത്തപ്പോൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇപ്പം ഉണ്ട്, വേഗം പോയിട്ട് റൂമിൽ പോയിട്ട് കിടക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ കിടക്കണമെന്ന് വെച്ചാൽ, എനിക്ക് ഒന്നുമില്ല, എനിക്ക് ഭയങ്കര ക്ഷീണം വയ്യാന്ന് തോന്നി, അതുകൊണ്ടാണ് പറഞ്ഞു. അപ്പം ഞാൻ രുപ്പ് വരാറുള്ളൂ. അപ്പോൾ രുപ്പിനോട് ഞാൻ പറഞ്ഞു, എന്തെങ്കിലുമൊക്കെ ആരുടെയിലൊക്കെ വർത്തമാനങ്ങൾ പറഞ്ഞോളൂ, അപ്പോൾ എഴുന്നേറ്റിരുന്നോളൂ. അങ്ങനെയൊക്കെ ഇരിക്കും. അപ്പോൾ ഡോക്ടറിനോട് എപ്പോഴും എന്താ പറയുക വെച്ചാൽ, ഒരാൾ കൂടി ഇരുന്ന് വർത്തമാനം പറയണം. ഞാൻ എത്രത്തോളം ഇരുന്ന് വർത്തമാനം പറയാനായിട്ട് പറ്റും. പിന്നെ ഞാൻ പറയുക എന്ത് കാര്യം ഇരുന്നിട്ട് പറയുക. അപ്പോൾ രുപ്പ് നാട്ടിലത്തെ കാര്യങ്ങൾ ഓരോന്നൊക്കെ പറഞ്ഞു, അവരെന്നെ കാണും, ഇവരെന്നെ കണ്ടു, അവരന്വേഷിച്ചു. അപ്പോൾ അവരുടെ വർത്തമാനങ്ങൾ ചോദിക്കും. പിന്നെ അതിന് ശേഷം അപ്പോൾ അവരെ കണ്ടിട്ട് കുറേ ആയി പറയും, എനിക്ക് ഒക്കെ മറന്ന പോലെ എന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കും കുറച്ച് നേരം. അപ്പോൾ ഞാൻ എന്തായാലും ലുക്കിനോട് ഉച്ച വരെ എന്തെങ്കിലും കുറച്ച് നേരം വർത്തമാനം കണ്ടിരുന്നോളൂ എന്ന് പറയും. അങ്ങനെ ഉച്ച വരെ എങ്ങനെയെങ്കിലൊക്കെ ഇരിക്കും. പിന്നെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം റെസ്റ്റ് എടുത്തോളം നമുക്ക് കിടക്കാമല്ലോ. അത് കഴിഞ്ഞ് പിന്നെ ചായ കുടിച്ച് കുറച്ച് നേരമൊക്കെ ഇരുന്ന്, ഇപ്പോൾ ഞാൻ തീരെ മുറ്റത്തേക്ക് കൂടി ഇറക്കണില്ല. മറ്റേത് മുറ്റത്ത് നടക്കാൻ പറഞ്ഞിട്ട് ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ നോക്കും. അങ്ങനെ നടത്തിച്ചിട്ടുണ്ടായിരുന്നപ്പോൾ 2 ആഴ്ചയായിട്ട്. അതിന് മുന്നേ അത്രയും നടക്കണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇനി എന്തായാലും ഷുഗർ കുറയുണ്ടാവില്ല, ഇനിയിപ്പോൾ ഇങ്ങനെ മുറ്റത്ത് കൂടെ നടത്തിക്കും വേണ്ട. അപ്പോൾ ഈ 2 വർഷമായിട്ട് ഇങ്ങനെയാണെന്നുള്ളത് അമ്മയ്ക്ക് ഓർമ്മയില്ല. നമ്മുടെ വിചാരം ഇപ്പോഴും അമ്മ നമ്മുടെ വീടിൻ്റെ മുന്നിൽ കൂടെയുള്ള റോഡിൽ കൂടെ റൗണ്ട് അടിക്കുന്നുണ്ട്. 5 റൗണ്ട് ഞാൻ അടിക്കാറുണ്ട്. കുറച്ച് ദിവസമായിട്ട് പോയിട്ടില്ല എന്ന് മാത്രമേ പറയുള്ളൂ. ഇപ്പോൾ 2 ആഴ്ചയായിട്ടുള്ളതും എല്ലാം നടക്കാൻ തുടങ്ങിയിട്ട് അത് മനസ്സിലാക്കണില്ല. എന്ത് പറഞ്ഞാലും അത് മനസ്സിലാക്കില്ല. പിന്നെ ഇൻസുലിൻ എടുത്തില്ല, എപ്പോഴും ഇതൊക്കെ തന്നെ പറയുക. അപ്പോൾ എനിക്ക് ഞാനൊക്കെ ഞാൻ പറഞ്ഞില്ലേ, നല്ല തലവേദനയായിരുന്നു. ആ തലവേദനയായിട്ട് ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ എന്നോട് ഉറക്കെ ദേഷ്യപ്പെട്ടിട്ട് പറയുക, ഞാൻ ഇൻസുലിൻ എടുത്തിട്ടില്ല, ഇൻസുലിൻ എടുക്കാണ്ട് എന്താ സംഭവിക്കുക എന്നറിയില്ല എന്നൊക്കെ പറയണത്. 1 സെക്കൻഡേ ഉള്ളൂ കേട്ടോ ആ ഓർമ്മയുടെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആൾ നോർമലായിക്കോളും. അപ്പോൾ പറയും, നമ്മളോടൊക്കെ ദേഷ്യപ്പെടും അങ്ങനെയൊക്കെ. അപ്പോൾ അമ്മ പഠിപ്പിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അവരൊക്കെ ഇപ്പോൾ കുട്ടികളെന്ന് പറയാൻ പറ്റില്ല, എല്ലാവർക്കും പ്രായമായി, എന്നെയൊക്കെ പ്രായമുള്ളവരാണ്. അപ്പോൾ അവർ ഇതുപോലെ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അമ്മേനെ ആദരിക്കലൊക്കെ ഉണ്ടായിരുന്നു 2 വർഷം മുമ്പ് കേട്ടോ. അപ്പോൾ അങ്ങനെ വന്നിട്ട് ഞാനത് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആദരിക്കുന്ന സമയത്ത് അവരിവിടെ വന്നിട്ട് അമ്മേനെ കൂട്ടിക്കൊണ്ട് പോവുക ചെയ്തത്. അപ്പോൾ അതിൽ കുറച്ച് പേർക്ക് മാത്രം, അവർ നാട്ടിലില്ല, അതുകൊണ്ട് വന്നവർക്ക് മാത്രമേ നമ്മുടെ വീട് അറിയുള്ളൂ. അപ്പോൾ ബാക്കിയുള്ളവർ ഇന്നലെ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അതിൽ അമ്മേനെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു, ഇങ്ങനെ കാണണമെന്നുണ്ട്, ഞങ്ങൾ വരട്ടെ വീട്ടിലേക്ക് എന്നൊക്കെ ചോദിച്ചിട്ട് മെസ്സേജ് ഇട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വന്നോളാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെയാണ്, അപ്പോൾ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഒന്ന് വിളിക്കണം. കാരണം എപ്പോഴും നമുക്കിങ്ങനെ ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഒന്ന് വിളിക്കണം. ആളെ കാണുമ്പോൾ നല്ല ഹെൽത്തിയാണ്, കുഴപ്പമില്ല. പക്ഷേ ഓർമ്മക്കുറവും അതുപോലെ ശാരീരികമായൊരു
ബുദ്ധിമുട്ടുണ്ട് നടക്കാനായിക്കോട്ടെ കാര്യങ്ങൾക്കൊക്കെ കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഞാൻ പറഞ്ഞു 2 ആഴ്ചയായിട്ട് നടന്നു തുടങ്ങിയിട്ടുള്ളൂ എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതിൻ്റേതായ മാറ്റങ്ങളുണ്ട്. എന്നാലും ആൾ ഉഷാറായി. ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്നപ്പോൾ അവരാ തന്നെ പറയുന്നത്, എന്നാലും ചേച്ചി ഇത്രയൊക്കെ മാറ്റം വന്നില്ലേ എന്ന് പറയുന്നത് ശരിയാണ്. ഒട്ടും നടക്കാതിരിക്കുന്ന വ്യക്തി ഇപ്പം ഇങ്ങനെ നടന്നു തുടങ്ങിയല്ലോ. പിന്നെ കുറേശ്ശെ ഭക്ഷണം കഴിക്കൽ തുടങ്ങി. പിന്നെ ഞാൻ പറഞ്ഞു 3 നേരം ഇഡ്ഡലിയായിരുന്നു, ഇപ്പോൾ ഉച്ചയ്ക്ക് ചോറാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞു ചോറ് കഴിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, ഷുഗർ കൂട്ടുള്ളൂ എന്ന് പറഞ്ഞു. എന്നാലും വേണ്ടില്ല ചോറ്. അപ്പോൾ ഇൻസുലിൻ ഉച്ചയ്ക്ക് എടുത്ത് കഴിഞ്ഞ് ചോറും കൊടുത്തു കഴിഞ്ഞാൽ 4 മണിക്ക് ഇതുപോലെ 2 ബ്രെഡ് കൊടുക്കും. ബ്രെഡ് ഷുഗർ കൂട്ടുമെന്ന് പറയും, പക്ഷെ അമ്മയ്ക്ക് കുഴപ്പമില്ല. നമ്മൾ പിന്നെ 7:30 ആകുമ്പോഴാണ് പിന്നെ ഷുഗർ നോക്കിയിട്ട് ഭക്ഷണം കൊടുക്കുന്നത് കേട്ടോ. എന്തായാലും അങ്ങനെയൊക്കെ പോകുന്നുണ്ട്. ഇതുപോലെയൊക്കെ ഇങ്ങനെ മനസ്സമാധാനമായിട്ട് പോയാൽ മതി, അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ കുറച്ച് യൂറിനറി ഇൻഫെക്ഷൻ കുറഞ്ഞിട്ടുണ്ട്, പസിൽസ് കുറഞ്ഞിട്ടുണ്ട്, പക്ഷേ ബാക്ടീരിയ പ്രസൻ്റാണ്. ഇന്ന് ഞാൻ മാവൊക്കെ അരയ്ക്കാനായിട്ട് മറന്നു കേട്ടോ കാലത്ത്. അപ്പോൾ ഇടിയപ്പം ഉണ്ടാക്കി. ഇപ്പോൾ പിന്നെ പണ്ടത്തെ പോലെ ബുദ്ധിമുട്ടില്ല ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇടിയപ്പം ഉണ്ടാക്കി, ഇഷ്ടമുണ്ടാക്കി. വെള്ളരിക്ക് മാങ്ങയും മുരിങ്ങക്കായ കൂടിയിട്ട് കറി വെച്ചു. സ്പീഡിൽ പണികൾ കഴിച്ചു. രാവിലെ നേരത്തെ 10:30 കഴിക്കേണ്ടി ഡോക്ടറെ അടുത്ത്. അപ്പോൾ അധികം നേരം ഇല്ല, അവിടെ 11:30 പോവുകയും ചെയ്യും. പക്ഷേ അമ്മേനെ കുളിപ്പിച്ച് നമ്മൾ ഒന്ന് റെഡിയാക്കി കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ സമയം പോകും. ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, രാവിലെ എഴുന്നേറ്റ് ചായ കുടിക്കാൻ പറയാനിട്ട് ഒരു അരമണിക്കൂർ ഞാൻ നടക്കണം. അപ്പോൾ എൻ്റെ പണിയൊക്കെ അവിടെ നിൽക്കുകയാണേ. അത് കഴിഞ്ഞ് ചായ കുടിച്ച് പിന്നെ അപ്പോൾ അത് നമ്മൾ വീഡിയോ എടുക്കണം. അതുപോലെ നമ്മളത് എഴുതിപ്പിക്കണം. എഴുന്നേറ്റതും ബ്രഷ് ചെയ്തതും ഒക്കെ എഴുതിപ്പിക്കണം. പിന്നെ നമ്മൾ ഇൻസുലിൻ കൊടുക്കണം, ഭക്ഷണം കൊടുക്കണം, അത് കഴിഞ്ഞ് തൈലും തേക്കണം, പിന്നെ കുളിപ്പിക്കണം. ഇതൊക്കെ തന്നെ ഒരു പണി കിട്ടാം. അപ്പോൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ കഴിച്ചാകുമ്പോൾ സമയം പോണ വഴി അറിയില്ല. അപ്പോൾ അങ്ങനെ ഇടിയപ്പം കറിയൊക്കെ ഉണ്ടാക്കി, ക്യാരറ്റും ബീൻസും കൂടി ഉപ്പേരിയും പണിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പോയത്. തിരിച്ച് വന്നപ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ. എന്തായാലും തിരിച്ച് വന്ന് ഭക്ഷണമൊക്കെ കൊടുത്തത് അമ്മേനെ കുറച്ച് നേരം കിടത്തിയിട്ട്. അപ്പോൾ ഞാൻ നിങ്ങളായിട്ട് ഇങ്ങനെ വീഡിയോ പങ്കുവെക്കാൻ എടുത്തു മാത്രം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു പുല്ല് ഉയരത്തിലെ പുല്ലുണ്ടായിരുന്നെന്നുള്ളത്. അപ്പോൾ പുല്ല് വീശാൻ വെട്ടാനായിട്ട് ഇങ്ങനെ മെഷീൻ ഉപയോഗിച്ച് ചെയ്യാനുള്ള ആൾക്കാർക്കൊക്കെ തിരക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത ഒരു കുട്ടി വന്നിട്ട് ചെയ്തു തന്നതാ കേട്ടോ. എന്നാലും അത് കുറച്ച് ദിവസമായി ഞാനിങ്ങനെ കാണിക്കാൻ വിട്ടുപോയെന്ന് മാത്രം. പിന്നെ ഇപ്പം നല്ല മഴയല്ലേ. അപ്പോൾ അങ്ങനെ പുല്ലൊക്കെ ചെത്തി വൃത്തിയാക്കി. അപ്പോൾ തന്നെ നമുക്ക് കാണുമ്പോൾ ഒരു സമാധാനം. ഇപ്പം നമ്മളിവിടെയൊക്കെ ചെത്തിക്കോരി കൊള്ളിയൊക്കെ നട്ടിട്ട് അത് ഞാൻ വീഡിയോ പിന്നെ കാണിക്കേ. ഇപ്പം ഇങ്ങനെ കാണിച്ചു എന്ന് മാത്രം. പിന്നെ ഇടിയപ്പത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഇടിയപ്പത്തെ ഇപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നീനയ്ക്ക് ഭയങ്കര ഉത്സാഹം അപ്പോൾ അത് കാരണം. അപ്പോൾ ഞാൻ മാവ് രാവിലെ കുഴച്ച് വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ അവളിത് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ തട്ടിൽ ഇട്ട് തരും കേട്ടോ. അപ്പോൾ പിന്നെ ഇഡ്ഡലി പാത്രത്തിൽ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഉണ്ടാക്കി ഇടിയപ്പം ഉണ്ടാക്കുക പറഞ്ഞപ്പോൾ ബുദ്ധിമുട്ടുള്ള കേസല്ല. അപ്പോൾ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കി ഇഷ്ടമാണ് കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇഷ്ടമൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ അമ്മയ്ക്കൊക്കെ കഴിക്കാൻ കൊടുത്തു. ഞങ്ങൾ കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിലേക്ക് പോവുക ചെയ്തത് കേട്ടോ. നമ്മൾ പച്ചരി പൊടിച്ച് വറുത്തിട്ടുള്ള പൊടിയാണെങ്കിൽ മാത്രമേ ഇടിയപ്പം നന്നാവുള്ളൂ കേട്ടോ. നമ്മൾ പൊൻകതിരിൻ്റെ പൊടിയാണ് ഇപ്പോൾ പുട്ടിന് ഉപയോഗിക്കുന്നത്. അജിമി ഇപ്പോൾ ഉപയോഗിക്കാറില്ല. ഞാൻ പറഞ്ഞില്ല നന്നായിട്ടില്ല, ഇപ്പം നന്നാവാറില്ല. അപ്പോൾ പൊൻകതിറിൻ്റെ ഈ പൊടിയാണെങ്കിലും എനിക്ക് അത്ര ഇടിയപ്പം നന്നാവാറില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഡബിൾ ഹോൾസിൻ്റെ മേടിച്ചു കേട്ടോ. ഇപ്പോൾ അത് നന്നായിട്ടുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ ഇടിയപ്പം ഉണ്ടാക്കുക, അപ്പോൾ ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ജോ. വീണ്ടും കാണാം. ബൈ, സീ യു.